ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം മേഹ. ഞാനിപ്പം മാൾട്ടയിലാണ് നിൽക്കുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം പുതുതായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാനാണ് വന്നത്. എന്ത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര രൂപ എക്സ്പെൻസ് ആയിട്ട് വരുന്നുണ്ട്, ഒരു മാസം ഒരു ജീവിച്ച് പോകാൻ നമ്മുടെ കയ്യിൽ എത്ര രൂപ വേണം, എത്ര രൂപ വേണമെന്നാണ്. അത് ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കും ഉണ്ടായിരുന്നു. ശമ്പളം ജോലി ആവുന്ന മുമ്പ് വരെ, ഒരു സ്റ്റേബിൾ ആവുന്ന വരെ നമുക്കൊരു പേടിയാണ്. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ ഞങ്ങളുടെ ഏജൻസി പറഞ്ഞ രീതിയിൽ ഞാൻ കാശ് കയ്യിൽ പിടിച്ചുകൊണ്ടാണ് വന്നത്. അതുപോലെ തന്നെ ചിലവുമായി. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു മന്ത്ലി എക്സ്പെൻസ് എത്ര ഒരു മാൾട്ടയിൽ ജീവിക്കുന്ന ഒരാൾക്കാകും, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. മോസ്റ്റ്ലി അങ്ങനെ തന്നെയാണ് മിക്കവർക്കും. പിന്നെ നമ്മൾ ചിലവാക്കുന്ന രീതികളും നമുക്ക് വരുന്ന ആവശ്യങ്ങളും അതൊക്കെ എല്ലാവർക്കും വേറെ വേറെ ആണല്ലോ. അപ്പം ആദ്യത്തെ കാര്യമാണ് റെൻറ്റ്. അപ്പം ഞാൻ താമസിക്കുന്നത് 2 ബെഡ്റൂം 2 ബാത്റൂം 1 കിച്ചൺ 1 ഹാള് അങ്ങനത്തെ ഒരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങൾ 4 പേരാണ് ഒരുമിച്ച് താമസിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ടോട്ടൽ വരുന്നത് 1200 യൂറോ. 1200 എന്ന് പറയുമ്പം നമ്മുടെ നാട്ടിലത്തെ 1,20,000 രൂപ. 1,20,000 രൂപയാണ് ഒരു മാസം നമുക്ക് വരുന്ന ഒരു റെൻറ്റ്. അത് 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം 300 യൂറോ. അപ്പോൾ ഒരാൾക്ക് ഒരു 30,000 രൂപ വരുന്നുണ്ട് INR. പിന്നെ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ല്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനിപ്പം മാൾട്ടയിൽ വന്നിട്ട് ഇത് 2ാമത്തെ വീടാണ്. അപ്പം ആദ്യത്തെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരുന്നപ്പം വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ല് ഞങ്ങൾ അടച്ചുകൊണ്ടിരുന്നത് 3-4 മാസം കൂടുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് വാട്ടർ ആൻഡ് ബില്ല് വരുന്നത്. ആ ബില്ല് വരുന്നത് അവരൊരു ഡേറ്റ് പറയും. ആ ഡേറ്റിനകം നമ്മൾ ആ പൈസ അടയ്ക്കണം. ഞങ്ങൾ ഓണറിന് അയച്ചു കൊടുക്കും, ഓണർ ആ പൈസ അടയ്ക്കും. ഇവിടെ ഞാനിപ്പം താമസിക്കുന്ന വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ആ സമയത്ത് നമ്മുടെ കൈ കാശില്ലെങ്കിൽ അതൊരു പ്രോബ്ലം ആണ്. അത് ഡേറ്റ് കഴിഞ്ഞ് നമ്മൾ കാശ് ബില്ലടയ്ക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഫൈനായിട്ട് വരും. അപ്പം ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 300 യൂറോസ് പ്ലസ് 50 യൂറോ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. 50 യൂറോ കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ലും കൂടെ കൂട്ടിയാണ് റെൻറ്റ് കൊടുക്കുന്നത്. ഞങ്ങൾ ഒരു ഏജൻസി ത്രൂ ആണ് വീടെടുത്തത്. അപ്പം ഞങ്ങൾക്ക് അവരുടെ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളൊരു 3-4 മാസം പൈസ കൊടുക്കുന്നു. അപ്പം വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നു. അപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല, ഇത്ര രൂപയാണ് ഇൻ ടോട്ടൽ ഇത്ര രൂപ നമ്മൾ തന്നിട്ടുണ്ട്, ഇത്ര രൂപ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഞങ്ങൾക്ക് അവരോട് തിരിച്ച് ചോദിക്കാം, അല്ലെങ്കിൽ ഞങ്ങൾ വീട് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഒരുമിച്ചാണെങ്കിലും എമൗണ്ട് ചോദിക്കാം. അപ്പം ടോട്ടൽ ഇപ്പോൾ എത്രയും 350 യൂറോസ്. അപ്പോൾ 350 എന്ന് പറയുമ്പോൾ 35,000. പിന്നെ വരുന്നതാണ് നമ്മുടെ ഫുഡ്. ഇവിടെ എല്ലാം ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ സ്റ്റോറും എല്ലാം ഉണ്ട്. പുട്ടുപൊടി എല്ലാം പൊടികളും ഉണ്ട്. നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും ഇവിടെ മേടിച്ച് കഴിക്കാം. അപ്പം ഞങ്ങൾക്ക് എനിക്ക് വരുന്നത് ഒരു മാസം ഒരു 50 യൂറോ ജസ്റ്റ് ഫോർ ഫുഡ് മേടിക്കാൻ. പക്ഷെ അത് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെയും മേടിക്കും. ഒരു 10-50 യൂറോ ഒരു മാസം എനിക്ക് വരുന്നുണ്ട്. അപ്പം ഞാനൊരു റൗണ്ട് ഓഫ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, പുറത്ത് പോവുകയാണെങ്കിലും അങ്ങനെ ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിലും ഒരു 100 യൂറോ കൈവച്ചാലും ആ മാസം നമുക്ക് പോകാം. അപ്പോൾ ഒരു 350 + 100 450 യൂറോ. പിന്നെ ഇനി വരുന്നതാണ് എൻ്റെ ഫോൺ ബില്ല് വരുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് എപ്പിക്കിലെ പോസ്റ്റ് പേ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പോസ്റ്റ് പേ യൂസ് ചെയ്യുമ്പം നമുക്ക് അൺലിമിറ്റഡ് ഇൻ്റർനെറ്റ് ആണ്. കുറച്ചും കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായത് ഈ പോസ്റ്റ് പേ ആണ് കേട്ടോ. എപ്പിക്കിൻ്റെ പോസ്റ്റ് പേ. ആരെങ്കിലും മാൾട്ടയിൽ വരുന്നുണ്ടെങ്കിൽ എപ്പിക്കിൻ്റെ പോസ്റ്റ് പേ എടുക്കൂ, അത് നല്ലതാണ്. നമുക്ക് അൺലിമിറ്റഡ് നെറ്റുണ്ട്, കാര്യങ്ങളുണ്ട്. മാക്സിമം നമുക്ക് എനിക്ക് ഇതുവരെ വന്നേക്കുന്ന ബില്ലെന്ന് പറഞ്ഞത് 13 യൂറോ 15 യൂറോ മാത്രമേ ഇതുവരെ വന്നിട്ടുള്ളൂ. അതിൽ കൂടുതൽ എനിക്ക് പോയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ വന്നപ്പം എനിക്കറിയില്ലായിരുന്നു
പുറത്തുനിന്ന് വരുന്ന കോൾ എടുക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇറ്റലിയിൽ നിന്ന് വന്ന ഒരു കോള് ഞാൻ അറ്റൻഡ് ചെയ്തു. ജസ്റ്റ് ഫോർ എ സെക്കൻഡേ ഞാൻ എടുത്തുള്ളൂ, പക്ഷേ എനിക്കത് ചാർജ് ചെയ്തത് 50 യൂറോ. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ദൈവമേ ഇനി എല്ലാ മാസവും ഞാൻ 50 യൂറോ ഇനി ഇതിന് കൊടുക്കണമല്ലോ എന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഞാൻ അങ്ങനെ അങ്ങോട്ടും വിളിക്കില്ല, വീട്ടിലേക്കും വിളിക്കില്ല, നാട്ടിലേക്കും അങ്ങനെ വിളിക്കാറില്ല. ഞാൻ യൂസ് ചെയ്യുന്ന വാട്സപ്പാണ് കോൾ ചെയ്യാനൊക്കെ. അപ്പം അങ്ങനെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് 13 അല്ലെങ്കിൽ 14 യൂറോയെ വരുള്ളൂ. ഇപ്പം 450 പ്ലസ്, കണക്കിൽ കുറച്ച് ഞാൻ വീക്കാട്ടോ, കാൽക്കുലേറ്ററൊക്കെ എടുത്തുകൊണ്ട് വന്നിരിക്കണം. 450 പ്ലസ് ഒരു 15 യൂറോ, 465 യൂറോ. പിന്നെ എന്താ പിന്നെ വരുന്നത്, ഞാൻ ആദ്യത്തെ വീട്ടിൽ താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2 വീട് മാറി. അപ്പോൾ ആദ്യത്തെ വീട്ടിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇലക്ട്രിക്കൽ സ്റ്റൗവാണ്. അപ്പോൾ നമുക്കത് ഇലക്ട്രിസിറ്റിക്കകത്താണ് അത് ബില്ലായിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ വന്നേക്കുന്ന വീട്ടിൽ ഞങ്ങൾ സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. അത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. നമുക്ക് വരുന്ന ഒരു 15 യൂറോയാണ് ഞങ്ങൾ കൊടുക്കുന്ന, ഒരു സിലിണ്ടറിന് കൊടുക്കുന്ന 15 യൂറോ. അപ്പം നാട്ടിലത്തെ ഒരു 1500 യൂറോ, 1500 INR. അപ്പോൾ അത് ഒരു 2-3 മാസം ഓടിക്കോളും. അപ്പം സിലിണ്ടറിന് ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇലക്ട്രിസിറ്റിയിലോട്ട് വരുന്നില്ല. പിന്നെ എന്താ ചിലവ്? പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഇല്ല. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ഒരു റൗണ്ട് ഓഫ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാസം നമ്മൾ മാൾട്ടയിൽ ജീവിച്ച് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു 500 യൂറോ വേണം. വേറെ ഇതിനേക്കാളും റെൻറ്റ് കുറവുള്ള വീടുകളും ഉണ്ട് കേട്ടോ. അപ്പം എനിക്ക് ഹോസ്പിറ്റലിൻ്റെ കുറച്ചടുത്തും നടന്നു പോകാനുള്ള ദൂരത്തും വീട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ 300 യൂറോയ്ക്ക് എടുത്തത്. ഇതിനേക്കാളും കുറവിൽ താമസിക്കുന്നവരും ഉണ്ട്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്നാലും നിങ്ങൾ വരുന്ന മുമ്പ് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിലോ, ഹൗസിംഗ് അതോറിറ്റി ചെയ്യുന്ന ആൾക്കാർ മീൻസ് എല്ലാം ഇതിനേക്കാളും കുറവ് റെൻ്റ് ഉണ്ടെങ്കിൽ ജോലി കിട്ടുന്നവരെ അങ്ങനെ കുറവ് റെൻ്റ് താമസിക്കുക. പിന്നെ ഇവിടെ നമുക്ക് മാൾട്ട പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതിന് കാശൊന്നും കൊടുക്കണ്ട. ജസ്റ്റ് ഒരു കാർഡ് കിട്ടും, കാർഡ് ടാപ്പ് ചെയ്താൽ മതി. അപ്പം നമുക്ക് പൈസ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്നതിന് പൈസ വേണ്ട. പക്ഷേ ആ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എവിടെയെങ്കിലും അർജൻറ്റായിട്ട് പോകണമെങ്കിൽ ബോൾട്ട് ബുക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലത്തെ യൂബർ, ഓല പോലത്തെ സംഭവങ്ങളൊക്കെ ഇവിടെയും ഉണ്ട്. അതിന് ചാർജസ് ഉണ്ട്. പിന്നെ എന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ആരെങ്കിലുമൊക്കെ കോഴ്സ് പഠിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വർക്ക് വിസ വന്നിട്ട് കോളേജിൽ പഠിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസ് വേറെ ആയിരിക്കും. മീൻസ് മന്ത്ലി എത്ര ഫീസ് അടയ്ക്കണം, കാര്യങ്ങൾ അടയ്ക്കണം, അതൊക്കെ കോളേജിൻ്റെ ഓരോ പ്രോട്ടോക്കോൾ വെച്ച് ആ ഒരു ഫീസൊക്കെ അടയ്ക്കും. അപ്പം നിങ്ങൾക്കൊരു ഓവറോൾ ഇത് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം താങ്ക് യു. എന്നെ കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.